ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയാണ് ഇടതുമുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. രാജ്യം സ്വച്ഛാധിപത്യ ഭരണത്തിലേക്ക് വഴിമാറുകയാണ്. ഇതിനെതിരെ ശബ്ദിക്കാൻ ഇടത് എംപിമാരുടെ വിജയം അനിവാര്യമാണെന്നും ജോയ്സ് ജോർജ് കൂട്ടിച്ചേർത്തു. കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാണ്. പൗരത്വ നിയമ ഭേദഗതിയിലൂടെ മതം മാനദണ്ഡമാക്കപ്പെടുമ്പോൾ പൗരന്മാർക്ക് തുല്യത ഇല്ലാതാകുന്നു. ഭരണഘടന പോലും അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിയായി. രാജ്യം സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ ശബ്ദിക്കാൻ ഇടത് എംപിമാരുടെ വിജയം അനിവാര്യമാണെന്നും ജോയ്സ് ജോർജ് കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ടും മറ്റ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മറവിൽ മറ്റ് രീതിയിലൊക്കെ നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരെയും പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട ഘട്ടത്തിൽ അങ്ങനെ, സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തേണ്ടിടത്ത് അങ്ങനെ, സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഘട്ടങ്ങളിൽ അങ്ങനെ, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മറ്റുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുടെയും നടപടികളുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധം തീർക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇടത് സർക്കാരിന്റെ ഭൂപതിവ് ഭേദഗതി ബിൽ ചരിത്രപരമായ തീരുമാനമാണ്. ഇതിലൂടെ ഭൂമിയുടെ സ്വതന്ത്രമായ ക്രയവിക്രയം സാധ്യമാകും. വർഷങ്ങളായി ഇടുക്കിയിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമാകും. ടൂറിസം രംഗത്ത് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ സാധ്യതകളാണുള്ളത്. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ഫണ്ടുകൾ കൂടുതലായി പ്രയോജനപ്പെടുത്തണം. ടൂറിസം രംഗത്തേക്ക് യുവജനങ്ങളെ സ്വാധീനിക്കാൻ ഉതകുന്ന പദ്ധതികൾ ഉണ്ടാകണം. തെരഞ്ഞെടുപ്പിനെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്നും ഇടതുമുന്നണിക്ക് വലിയ വിജയസാധ്യതയാണുള്ളതെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. LDF നേതാക്കളായ VR സജി, VR ശശി, അഡ്വക്കേറ്റ് മനോജ് തോമസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.